നമസ്കാരം, ജോസൂട്ടിയാണേ. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്ത് കുറുമ്പനാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് 8.5 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, ഹാള്, കിച്ചണ്, വർക്ക് ഏരിയ എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീട് ചെയ്തത് മാമൂടുള്ള മരിയ കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വീട് 8.5 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ നല്ല അടിപൊളി വിശാലമായ മുറ്റവും അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും കൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് വരാം. നമ്മളിതിൻ്റെ ഗേറ്റ് ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു നീളത്തിലുള്ള സ്ലൈഡിങ് ഡോറും ഒരു ചെറിയ വാതിലും വെച്ചിട്ടുണ്ട്. അത് മുറ്റത്ത് മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. വളരെ മനോഹരമായ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ മുറ്റം, വിശാലമായ മുറ്റം നമുക്ക് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കാർ പോർച്ചുണ്ട്. ഇതാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട്. മെയിൻ ഡോർ നമ്മൾ ചെയ്തിരിക്കുന്നത് തേക്കിലാണ് കേട്ടോ. ഇനി ഇത് കൂടാതെ ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു മുറ്റം അടുക്കള ഭാഗത്ത് ഇതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കിണർ ഇവിടെ ഉപയോഗിക്കുന്നത് കിണർ വെള്ളമാണ് കേട്ടോ. നിറയെ ശുദ്ധജലമുള്ള ഒരു ഏരിയയാണിത്. നല്ല അടിപൊളി കിണർ വെള്ളമാണ് നമുക്കിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ വീടിനുള്ളിലേക്ക് പോകാം. നല്ല വിശാലമായ സിറ്റ് ഔട്ട്. മെയിൻ ഡോർ നമ്മൾ ചെയ്തിരിക്കുന്നത് തേക്കിലാണ് കേട്ടോ. നല്ല അടിപൊളി തേക്ക് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മെയിൻ ഹാള്. മെയിൻ ഹാളിലേക്ക് കയറുമ്പം തന്നെ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടത്തക്ക രീതിയിലാണ് മെയിൻ ഹാളിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏരിയ നമ്മൾ അവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്കൊരു ഷെൽഫും കൂടി അവിടെ സൈഡിലുണ്ട്. ഈ മെയിൻ ഹാളിൽ നിന്ന് നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ. നല്ല അടിപൊളി വെൻറ്റിലേഷനോടുകൂടിയ എയർ സർക്കുലേഷൻ നല്ലോണം ലഭിക്കത്തക്ക രീതിയിൽ, പുറത്തുനിന്ന് നല്ല വെട്ടം കിട്ടത്തക്ക രീതിയിലാണ് ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ 2 കിച്ചണാണുള്ളത്. ഇത് നമ്മളുടെ ചിമ്മിനി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചണാണിത്. ഇത് കൂടാതെ നമുക്ക് വിറക് അടുപ്പ് വേണമെങ്കിൽ നമുക്ക് ചിമ്മിനി അടുപ്പ്, സാധാരണ വിറക് വെച്ച് കത്തിക്കാനുള്ള പുകയില്ലാത്ത അടുപ്പ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടുക്കള മുറ്റം നമുക്ക് കാണാം. ഇവിടെ അരകല്ല് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ അടുക്കള മുറ്റത്തിന് നേരെ കിഴക്ക് സൈഡിലായിട്ട് നമുക്ക് അലക്കുകല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള ഭാഗത്തുനിന്ന് കാണുന്നത്. ഇനി നമ്മൾ നേരെ തിരിച്ച് ഇവിടെ നിന്ന് നമുക്കിതിൻ്റെ മുറികൾ കാണാം. മാസ്റ്റർ ബെഡ്റൂം മെയിൻ ഹാളിൽ നിന്ന് കയറത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹാളിൽ നിന്നും എൻ്റർ ചെയ്യത്തക്ക രീതിയിലാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല എയർ സർക്കുലേഷനുള്ള, നല്ല വെളിച്ചമുള്ളിലേക്ക് കയറത്തക്ക രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇവിടെ നമ്മളൊരു 3 ഡോർ ഭിത്തി അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാത്റൂം നോക്കുന്നത് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള, നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ റൂമാണ്. രണ്ടാമത്തെ റൂം നമുക്കിവിടെ ഇത് തന്നെ അത്യാവശ്യം ജനലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ നല്ല വെട്ടം. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കാണാം. നല്ല വിശാലമായ സ്പേസുള്ള ബാത്റൂമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ബാൽക്കണിയും നമ്മുടെ ഒക്കെ ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് റീൽസ് ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നല്ല റിവേഴ്സ് കളറിലുള്ള പടികളോട് കൂടിയ ഒരു സ്റ്റെയറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ മുകളിൽ വരുന്ന ലാൻഡിങ്, ഇവിടെ നമുക്കൊരു ചെറിയ സ്പേസ് ഉണ്ട്. ഒരു ചെറിയ ഹോൾ, ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെറിയ ഹോളുണ്ട്. നമ്മളിവിടെ നേരെ ഇറങ്ങുന്നത് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് കേട്ടോ. ബാൽക്കണി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പ്രൈവസി നൽകുന്ന, അത്യാവശ്യം നല്ല ഒരു ഫീൽ നൽകുന്ന ഒരു ബാൽക്കണിയാണ്. നമുക്ക് അവിടെ നോക്കിയാൽ എല്ലാ കാഴ്ചകളും കാണാം. പുറത്തുള്ള സകലമായ കാഴ്ചകളും കാണത്തക്ക രീതിയിലാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി. അത്രയ്ക്ക് പ്രൈവസിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മൂന്നാമത്തെ റൂം മുകളിലത്തെ നിലയിലാണ് കേട്ടോ. ഈ ജനലുകളെല്ലാം അടച്ചിട്ടിട്ടും എന്തൊരു വെട്ടം വന്നുണ്ടോ. ഇത്രയ്ക്ക് സൂര്യപ്രകാശം, ലൈറ്റ്, സൺലൈറ്റ് ഉള്ളിലേക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാത്റൂമാണ്. നല്ല എയർ സർക്കുലേഷൻ ലഭിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഈ മുറികളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. നമുക്ക് ആ ഒരു ഓപ്പൺ ടെറസിലേക്ക് പോകാവേ. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ ടെറസാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വളരെ പ്രൈവസി നൽകുന്നതും, നമുക്ക് തുണിയൊക്കെ നനച്ച് ഉണങ്ങാനായിട്ട് ഇടാനുള്ള ഫെസിലിറ്റികളൊക്കെ നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് നൽകിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ മരിയ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നമ്മൾ ചെയ്ത് പ്രാവർത്തികമാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലം നമുക്കിവിടെയുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ ഫെസിലിറ്റിയും നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീട് പണിയാൻ ഏൽപ്പിച്ച ഈ ഉടമയുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് ദീപ. ഞങ്ങൾ ഈ വീട് മരിയ കൺസ്ട്രക്ഷൻ ബിൻചേട്ടനെയാണ് ഏൽപ്പിച്ചിരുന്നത്.
ആദ്യ സമയത്തൊക്കെ ബിൻചേട്ടനെ ഏൽപ്പിച്ചപ്പോൾ ഒത്തിരി നമുക്ക് ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാകും എന്താവും എന്നത്. പക്ഷേ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ പ്ലാനിൽ എല്ലാം കഴിഞ്ഞ് ബിൻചേട്ടൻ ഇത് വർക്ക് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ ടെൻഷൻ പോലും പോയി. കാരണം അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം അത്രയും ആത്മാർത്ഥതയോടെ ബിൻചേട്ടൻ ഈ വർക്ക് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഈ വീട് ഫുൾ ഫിനിഷ് ചെയ്ത് ഞങ്ങൾക്ക് കൈ കിട്ടിയപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളിതിൻ്റെ പുറയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഓരോന്നും ചെയ്യേണ്ടി പോലും വന്നിട്ടില്ല. കാരണം ബിൻചേട്ടൻ A to Z ബിൻചേട്ടൻ എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥത്തോടെ ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ വീട് ഫുള്ള് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ മുന്നിൽ ഞങ്ങൾ നിൽക്കുകയാണ്, സന്തോഷത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം അത്രയും നമുക്ക് പറയുക, ഒരു വീടെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സ്വപ്നം തന്നെയാണ്. ആ വീട് ഇത്രയും മനോഹരമായിട്ട് നമുക്കതിൻ്റെ പുറകിൽ നിന്ന് നമുക്ക് അത്രയും കഷ്ടപ്പെട്ട് പോലും വന്നിട്ടില്ല. ഇത്രയും നന്നായിട്ട് ബിൻചേട്ടൻ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പറയാം, ഈ വീട് ഞങ്ങൾക്ക് നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് ഈ വീട് തന്നിട്ടുണ്ട്. കാരണം അതിൻ്റെ വർക്കുകളും എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഈ വീട് ഫുള്ളി. ഒരു വീട് പുതിയതായിട്ട് പണിയുന്നവരോട് പറയാൻ നമുക്കുള്ളതെന്ന് പറയുന്നത് ശരിക്കും ബിൻചേട്ടനോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചെറിയൊരു കാര്യങ്ങൾ പോലും ബിൻചേട്ടനോട് പറഞ്ഞു കഴിയുമ്പോൾ അത് നമ്മൾ പറയുന്ന ആ ഒരു ഫീലിൽ തന്നെ ബിൻചേട്ടൻ അതെടുത്ത് അതുപോലെ തന്നെ ചെയ്യാൻ ബിൻചേട്ടൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ആരാണെങ്കിലും നമ്മളൊരു വർക്ക് ബിൻചേട്ടനെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്നതിലും കൂടുതൽ ഭംഗിക്ക് അത് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് സന്തോഷത്തോടെയും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഒന്നും സംശയിക്കാതെ തന്നെ ബിൻചേട്ടന് നമുക്കൊരു വർക്ക് ഏൽപ്പിക്കാവുന്നതാണ്.